അമ്മ ഉറങ്ങി ഓടി തൊട്ടാ കടിച്ചോണം കേട്ടാ. ഓട്ടിച്ചിട്ട് കടി. കടി കിട്ടുക ചെറിയേ ചെറിയേ. അവക്ക് എല്ലാവർക്കും ദേഷ്യവാ. കോഴിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ കിട്ടിയാനാട്ടാ. എത്ര കിട്ടിയാലും അവന് വിഷയമല്ല. എത്ര കിട്ടിയാലും വിഷയമില്ല. ഇപ്പൊ മനസ്സിലായി ടസാരാന്ന്. ചേർന്ന് കോഴി പിന്മാറി. കോഴി ഇത് കണ്ടോ? കോഴിയെ കടിക്കുന്നുണ്ടോടി? കോഴിയെ കടിക്കുന്നുണ്ടോ? വേണ്ട കോഴിയെ ടസ കടിക്കുന്നു. വേണ്ട കോഴി. അതാ കോഴി. ഈ പെമ്പിള്ളാരെ ഒന്നും വഴി നടക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. കോഴിയെ ഒതുക്കുവാത്തോ. അവൻ്റെ അടുത്ത് സ്നേഹമുണ്ട്. അതുകൊണ്ടിട്ടാ കടി കൊടുക്കാത്ത. വരട്ടുന്നേ ഉള്ളു. മടക്കേ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ. പൊയ്ക്കോ രക്ഷോട്ടോ. എവിടെയെങ്കിലും പോയി രക്ഷോട്ടോ. ഏതെങ്കിലും നാട്ടിൽ പോകും. ഈ ചൂണനിട്ടങ്ങ് ഉപദ്രവിക്കും ചെറുക്കൻ. ഞാൻ ഇവനെ കേറ്റി ഇവളായിട്ട് കടിക്കുന്ന പുറത്ത് കയറുന്ന. ഒരു തികഞ്ഞ സൈക്കോ ആയിട്ട് മാറിക്കൊണ്ടിരുന്നതാ. ഓ നമുക്ക് 2-3 ദിവസം തടഞ്ഞു വെക്കാൻ പെട്ട പാട്. ഇവളും കൂടെ തൽപരകക്ഷിയായിരുന്നത് കൊണ്ടിട്ടാ അന്നേരം പാട് വന്നത്. ഇപ്പൊ അവളെന്തായാലും തിരിഞ്ഞു. അതുകൊണ്ടിട്ട് ഇനി പ്രശ്നമില്ല. ആ സമയത്ത് ചെല്ലാത്തതിന്റെ ദേഷ്യം കൂടാ ഇപ്പം അവന്റെ അടുത്ത്. എന്താടാ ഞാൻ വിളിച്ചപ്പോ നീ വരാഞ്ഞത്? കള്ളക്കോഴി. വാ ഇറങ്ങി പോവനെ. താരമില്ലടാ. വാ അപ്പുറത്ത് മാറിയിരുന്ന് കരഞ്ഞു. അങ്ങോട്ട് പോയപ്പോ നേരായിട്ട് കടി കിട്ടും കേട്ടോ. ഒന്ന് കിട്ടിയാലും സാരമില്ലെന്നാ. സോപ്പിടുന്നു. എടാ നേരായിട്ട് കടി കിട്ടും. അവള് മാക്സിമം കടിക്കാതിരിക്കാൻ അവളെ കൊണ്ട് പറ്റുന്നതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എപ്പ വേണേലും കിട്ടും. എടീ ഫസ്റ്റ് എയ്ഡിന്റെ ടൂൾസ് ഒക്കെ റെഡിയാക്കി വെച്ചോ. ചെറിമാമനെ കടി കിട്ടി കഴിയുമ്പോ മരുന്ന് സന്തോഷിക്കുക. ചെവി ഇങ്ങനെ താന്നിരിക്കുന്നുണ്ടല്ലേ? നേരായിട്ട് അവള് കൈ വയ്ക്കുക തന്നെ. അപ്പുറത്താക്കി അടി അടിയവനെ. ഞാൻ അങ്ങോട്ട് തിരിയുന്ന വാക്കിന് ചിലപ്പോ കടി പറ്റുപടി. ഞാൻ നിക്കുന്നോണ്ട് അവിടെ കടി കിട്ടാത്തത്. അതിനല്ലേ അടിക്കുന്നത്. എന്റെ ആങ്ങളമാരാണ്. ഇത് 2 ആങ്ങളമാരാണ്. ഓക്കെ കണ്ടിന്യൂ. എല്ലാവരും വരണം. നമുക്ക് 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. അതിനകത്തുനിന്ന് ഒരു 1 ലക്ഷം പേരെങ്കിലും കല്യാണത്തിന്റെ എത്തേണ്ടതാണ്. വിളിച്ചോ. എന്തായാലും ഇവിടെ വരെ വന്നില്ലയോ? ഇവിടെ വേണ്ട, വേറെ ആളിനെ തരാം. ടൂണെ വിളിച്ചോ. ടൂണ വരും. അവളെ തടവയ്ക്കോ. അവള് സ്നേഹത്തിന്റെ നിറകുടവാ. എത്ര നേരം വേണേലും നിന്ന് തരും. കോഴി ഞാനങ്ങ് മാറ്റിയതേ. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് ശ്രദ്ധ തിരിക്കുമ്പോ കോഴി വന്ന് ടെസ്സ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ കോഴിക്ക് കടി കിട്ടും. ചിലപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല. കടിക്കത്തില്ല അവള്, എന്നാലും ഉറപ്പില്ലല്ലോ. എത്ര അവള് വരട്ടി കഴിഞ്ഞാലും ഉണ്ടല്ലോ. അതാ തുള്ളുന്നുണ്ടോ? എത്രയുടെ ഇവക്ക് പ്രായമായാലും ഞങ്ങളുടെ കുട്ടിക്ക് മധുര 17. എന്തോന്നു ശല്യപ്പെടുത്താൻ. ഞങ്ങളുടെ കുട്ടിക്ക് ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഇടുക. പണ്ട് ഞങ്ങളുടെ വീഡിയോകളിൽ നിറസാന്നിധ്യമായി നിന്നിരുന്നതാണ്. കുറെ നാളായിട്ട് ഇങ്ങോട്ട് വീഡിയോയിൽ ഇല്ലാത്തത് കൊണ്ടിട്ട് പുതിയതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് പരിചയമില്ലായിരിക്കും. അവളിങ്ങനെ നാണിച്ചതുപോലെ നിൽക്കുന്നത് അവളെ അരമണിക്കൂർ ട്രെയിനിങ് കൊടുത്ത് നിർത്തിയത് കൊണ്ടിട്ടാണ്. ഇവളുടെ ഇഷ്ടംപോലെ പാട്ടുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ആദ്യ കാലങ്ങളിലൊക്കെ. എടി ആ പാട്ടൊക്കെ ഒന്ന് പാടേ. അവള് പോയി കേട്ടോ. എന്തിയ കോഴി പോയോ? എന്തിനാണ് ഈ കോഴിയെ ഓട്ടിച്ചത്? അവിടെ പോയി പിണങ്ങിയിരിക്കും കേട്ടോ. നമുക്ക് ചില സമയത്ത് കഷ്ടവും തോന്നും, ചില സമയത്ത് എന്ന് പറയുമ്പോ അതേപോലെ ശല്യവുമാണ് കേട്ടോ.
പോയി നിർത്തി കേട്ടോ. ഫ്രീ ഞങ്ങൾ പോയതാ, നിർത്തിയതാ. ഇല്ല ഇവര് തമ്മില് ഇത് വഴക്കായിട്ടൊന്നുമല്ല കേട്ടോ, ഒരു സൗന്ദര്യ പണക്കം അത്രേ ഉള്ളു കേട്ടോ. ഇതിലിപ്പോ ഇനി ആദ്യമായിട്ട് കാണുമ്പം ചിലർ വിചാരിക്കും ഇതെന്തോ ഫൈറ്റാന്നൊക്കെ വിചാരിക്കും. ഇതൊന്നും ഫൈറ്റ് ഒന്നും ഇല്ല. എല്ലാ 3-4 മാസം കൂടുമ്പോഴുള്ള സംഭവമാണ് കേട്ടോ. ഇവളുടെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഇതേപോലെ മണപ്പിച്ച് ചെല്ലുമ്പോഴത്തേനും അവക്ക് ദേഷ്യമാണ്. അപ്പൊ അവളൊന്ന് വിരട്ടി വിടും. ശല്യം ഓവർ ആവുമ്പോഴാണ് ഈ നല്ല ഇച്ചിരി വയലന്റ് ആയിട്ട് ദേഷ്യപ്പെടുന്നത്. ഇല്ല ഇല്ലയോ ആമാ ഇരിക്ക് അവിടെ ഇരി. എന്തിനാ അവനായിട്ട് വരട്ടുന്നത്? നീ സമാധാനത്തോടും ശാന്തിയോടും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടാ. എന്തോന്നാ? പട്ടീനെ ഹിപ്നോട്ടിസം ചെയ്യാവോന്നോ? നമുക്ക് ചെയ്ത് നോക്കാം അവനെ. ആണാ എന്താന്ന്? കട്ടപ്പതോ വായിക്കകത്ത് കയറിയിരുന്ന കാര്യം പറയുന്നു. അവൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല. പിന്നെ ഇമെയിൽ പാസ്വേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം? ഇവരുടെ തന്നെ ഒരു 2-3 ദിവസം മുമ്പുള്ള വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടെസ എന്ന് പറയുന്ന ഫീമെയിൽ ഡോഗ് ഭയങ്കര ഇൻട്രസ്റ്റില് അവന്റെ പുറകെ നടക്കുമായിരുന്നു. അവനും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ 3-4 ദിവസത്തേക്ക് മാത്രമുള്ള കാര്യമാണ്. അത് കഴിയുമ്പോഴത്തേന് ഫീമെയില് ഇവളിപ്പോ പെരുമാറുന്ന ഈ രീതിയിലല്ലേ, ഇതെന്ന് പറയുന്നത് കുറച്ച് ദിവസത്തേക്കുള്ളതാണ്. അത് നല്ല ആറ്റിറ്റ്യൂഡുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ഈ ഡേറ്റ് കഴിഞ്ഞാൽ മെയിലിനെ സമ്മതിക്കത്തില്ല. നല്ലോണം ദേഷിക്കുകയും, ഇതിപ്പോ പരിചയമില്ലാത്ത ഒരു ഡോഗായിരുന്നു, നമ്മുടെ പ്രസൻസ് ഇല്ലായിരുന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടിയും വീഴും അവിടെ. അപ്പൊ ആ കറക്റ്റ് ഡേറ്റ് കണ്ടെത്തിയിട്ട് നമ്മൾ ആ ഒരു മീറ്റിങ്ങിനൊക്കെ ട്രൈ ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവനിങ്ങനെ കണ്ടിന്യൂസ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി 1-2 ദിവസം കൂടെ അവള് കടിക്കാൻ പോകും. പക്ഷെ നമ്മൾ ഈ സമയത്ത് എന്തായാലും വിട്ടുകൊടുക്കും. ഇങ്ങനെ നമ്മുടെ പ്രസൻസിൽ വിട്ടുകൊടുത്തിട്ട് ഇയാളെ പതുക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷനും വിഷമവും ഒക്കെ ആയിരിക്കും മെയിൽ ഡോഗിന്. ഇയാൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് അത്ര വിഷയമില്ല. ഇപ്പൊ ഈ സിറ്റുവേഷൻ നമ്മൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ടിട്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ല. അവന് കടി കിട്ടാത്ത വിധത്തിലേ നമ്മൾ ഏതെല്ലാം വിധത്തില് അവനെ ഓട്ടിക്കണമെന്നുള്ളത് നോക്കി. ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹം കിടക്കുന്നോണ്ടാണ് ഇത്രയും സമയത്തും കടി കിട്ടാഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ അവന് കടി കിട്ടിയാണ്. ഇതിപ്പോ വേറൊരു ഒരു പരിചയമില്ലാത്ത ഡോഗിന്റെ അടുത്തായിരുന്നു ഇത്രയും കാണിച്ചെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കടി കിട്ടിയാണ്. പിന്നെ അവന് എത്ര ദേഷിച്ചു കഴിഞ്ഞാലും ഈ പരിചയമില്ലാത്ത ഡോഗാന്നുണ്ടെങ്കിൽ ഇവൻ ഇതിങ്ങനെ ശ്രമിച്ചോണ്ടേയിരിക്കും. അടങ്ങടി, അവളെ തടഞ്ഞു വെക്കുന്നുണ്ടോ? അവളെ തടവിയാനാ. അവളെ വിളിച്ചാ മതി. ടെസ അങ്ങ് വിളിച്ചാ മറ്റേവളെ തടവാൻ വരുന്നേനെ ഇവിടെ ബ്ലോക്ക് ചെയ്തതാ. നമുക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ഡേ ടെസ ഇഞ്ഞു വാ. അവളതുപോലെ അവളുടെ അടുത്ത് പോന്ന് അതുകൊണ്ട് അടുത്ത് പോയി കേട്ടാ. കൂടെ ഇഞ്ഞു വരും മോളെ, ഇഞ്ഞു വരും. എന്ത് പഠിച്ചു വന്നാ പോയാ തടവ് തരത്തില്ല. ഇഞ്ഞു വാ. നീ എന്തിനാ വഴക്കിടുന്നത്? ചെറിയ പാടാ. അവനെ ടെസ വരട്ടിയാൻ അവിടെ പോയി പിണങ്ങിയിരിക്കുക. വേടാ ഞാനെ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ടെറി മാമൻ. ടെറി അവനിപ്പോ തടവലൊന്നും അല്ല വേണ്ടത്, അവനിപ്പോ ടെസയെ വേണം. അതിനാ അവൻ കറങ്ങി അവിടെ നിൽക്കുന്നത്. കെട്ടിപ്പിടിച്ചാന്നോ? ആ റിവഞ്ച് എടുക്കാൻ പോവാന്നോ? ഇനി ഇവിടെ എന്തെങ്കിലും ഒരു കൊലപാതകം ഉണ്ടാവും. ആര്? ടൂണയോ? എന്തോടി താഴേന്ന് എടുത്ത് തന്നത്? കൊച്ചു കണ്ടല്ല അവിടെ കാണാൻ കട മര്യാദക്ക്. അറിയാൻ മതി, നിന്നെ മാത്രം തടയാൻ മതിയോ? ശരി, അവളെ മാത്രം തടയാൻ മതി അവള് പറയുന്നത്. അവിടെ എത്ര മണിക്കൂർ വേണേലും ഇങ്ങനെ നിന്നോളും. എനിക്ക് ഒരുപാട് നേരം തടവൊന്നും വയ്യ.